ഹന ഓ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ചേച്ചിക്കോ? എനിക്കും. ഓ, എന്ത് പറഞ്ഞു എല്ലാരും? എല്ലാരും ടിവിയിലൊക്കെ വന്നില്ലേ പാട്ടൊക്കെ? ആ, അപ്പൊ എന്ത്? ഇഷ്ടപ്പെട്ടു. ആർക്കൊക്കെ? എന്റെ ഫ്രണ്ട്സിനും നാട്ടുകാർക്കും. റൂമിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ്. എല്ലാവരും എല്ലാവരും നല്ലൊരു അച്ചടി ഭാഷ. അതെ, ഞങ്ങൾ കൊല്ലംകാരങ്ങനെ. ഇനിയിപ്പൊന്നും പറയാനും പറ്റില്ല. ഇവിടെ പെട്ടും പോയി. സാർ അത് കേട്ടോ? കേട്ടു. പിന്നെ കൊല്ലംകാര് കള്ളം പറയാന്ന് ഇപ്പഴാ അറിയാം. കള്ളം പറയോ ഹന? പിന്നെ ഇഷ്ടം പോലെ പറയോ? സിറ്റുവേഷൻ അനുസരിച്ച്. ആണോ? എന്താ ഇപ്പൊ അതിന് പറ്റിയ situation ആ. കള്ളത്തരം പൊക്കിയുണ്ടോ? ഇല്ല, ഉണ്ട്. ഒരെണ്ണം ഞങ്ങളോട് പറയോ? പൊക്കിയത് ഏതെങ്കിലും പറഞ്ഞാ മതി, പൊക്കാത്ത പറയണ്ട. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കള്ളത്തരങ്ങൾ പൊക്കാറുണ്ട്. ആ, ഇനിയും പൊക്കാൻ സാധിക്കട്ടെ. ചെറിയൊരു ടാസ്ക് തരട്ടെ ഞാൻ. കൊടുക്ക്. ഒരു കടയിലേക്ക് ചെല്ലാണ്, സാധനങ്ങൾ വാങ്ങണം. ഓക്കെ, അപ്പൊ ഹാന എങ്ങനെയാണ് ആ സാധനങ്ങൾ ചോദിച്ചു വാങ്ങാം? അതെ, കടക്കാരൻ എവിടെ ഇരിക്കും? ഞാൻ സാധനം എടുത്തു കൊടുക്കുന്ന ആള്. സർ, എനിക്ക് സാധനം വേണം എന്ന് പറഞ്ഞാ മതി. അല്ല ക്യാരക്ടറാണ് അവരൊക്കെ. സാറെന്നൊന്നും ആരും അദ്ദേഹം എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടാ, എനിക്ക് ഒരു വരല്ലോ. അല്ല, പിന്നെന്താ വേണ്ടേ? എനിക്ക് കസ്റ്റമേഴ്സ് നിൽക്കുന്നുണ്ട്. പ്ലീസ് വേഗം എനിക്കൊരു ബിരിയാണി കിറ്റ് തരാവോ? അതില്ല ഇവിടെ. ബിരിയാണി കിറ്റില്ല. സിമ്പിൾ. ഓരോന്നായിട്ട് പറഞ്ഞാൽ ഞാൻ തരാൻ പറ്റും. ഇങ്ങനെ ഒരു കടയിൽ പോയി, ഒരു പലചരക്ക് കടയാണത്, സാധാരണ ഒരു കട. ഓക്കെ. സാധാരണ ഒരു മനുഷ്യന്റെ കടയാ. അവിടെ അതില്ല. അരി എത്ര? കുറച്ചരി എന്ന് പറഞ്ഞു. വലിയ ഫംഗ്ഷൻ അല്ലേ? ഒരു 3 കിലോ. വലിയ ഫംഗ്ഷന് 3 കിലോ അരി. അത് മക്കളെ നിനക്ക് തന്നെ പറ്റത്തില്ല. പിന്നല്ല 3 കിലോ അരി. അന്ന് ഒരു 15 കിലോ വാങ്ങിച്ചു. 15 കിലോ അരി. ഓക്കെ, ഏതരിയാ വേണ്ടേ? ബസ്മതി. ബസുമതി കാറായിക്കൂടെ? അല്ലല്ല, ബസുമതി റൈസ്. ഇങ്ങനത്തെ കടക്കാരനാണെങ്കിലേ കേസ് കൊടുക്കും. ഒരു 15 കിലോ ബാസ്മതി റൈസ് എടുത്ത് പൊതിയടേ. ശരി സാർ. ബസ്മതി റൈസ്, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എത്ര? ബസ്മതി റൈസും ഗ്രീൻ പീസ് അതതിനകത്തിട്ട് തിന്നാൻ. പുലാവായിരിക്കും. ഗ്രീൻ പീസ് എത്ര കിലോ വേണം? ഒരു 10 കിലോ എടുക്കട്ടെ. 10 കിലോ ഗ്രീൻ പീസ് കൊണ്ട് ബിരിയാണിയിൽ ഇടാനുള്ള ഗ്രീൻ പീസ്. ബിരിയാണിയിൽ ഇടാനുള്ള ഗ്രീൻ പീസ്. ബിരിയാണിയിൽ ഗ്രീൻ പീസോ? അവരിടുമായിരിക്കും. അല്ല, ചിലരിടും ഗ്രീൻ പീസ്, ക്യാരറ്റ്. അത് മുയലിനുണ്ടാക്കി കൊടുക്കുന്ന ഫ്രൈഡ് റൈസാ മോളെ. അല്ല, ബിരിയാണിക്കകത്ത് നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടും. അപ്പൊ അത് കൊടുക്കൂ പ്ലീസ്. ക്യാരറ്റ്. ഞാൻ മഫ്റ്റിയിലുള്ള പോലീസാ. ക്യാരറ്റ് ഇല്ല ഇവിടെ. ഞാൻ വനിതാ പോലീസാണ്. ഞാൻ മഫ്റ്റിയിൽ നിൽക്കുവാ. ഞാൻ പെങ്കൊച്ചുകളെ വെറുതെ ഭീഷണിപ്പെടുത്തരുത്. എടുത്തു കൊടുക്കൂ പീസ്. അടുത്തത് വേറെ ഒരു കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് 10 കിലോ. ഒരു 1/4 കിലോ. സവാള ഇല്ല. സവാള ഇല്ല. മുളക്. മുളക് ഏതാ? ഉണക്കമുളകാണോ? അല്ല, പിന്നെ പച്ചമുളക്. പച്ചയില്ല. പച്ചമുളകില്ല. അല്ല, ഈ സൂപ്പർ മാർക്കറ്റിൽ പല പച്ചക്കറികളില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു താഴിട്ടിട്ട് ഇത് പൂട്ടുന്ന ഒരു കുന്തം ഇല്ലാത്ത പച്ചക്കറി ഇല്ല. ഞങ്ങള് നിർത്തി. അപ്പം അപ്പൊ ബിരിയാണി 15 കിലോ ബസ്മതി റൈസ്, പിന്നെ ഗ്രീൻ പീസ്, ഒരു 10 കിലോ ഗോതമ്പ് പൊടി. എന്തിനു ബിരിയാണിയിലിടാനോ? ഗോതമ്പ് പൊടി. ചപ്പാത്തി ജയിലിൽ കൊണ്ട് കൊടുക്കാനോ? അല്ല, ചപ്പാത്തി ഉണ്ട്. വലിയ ഫംഗ്ഷൻ അല്ലേ? ചപ്പാത്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്. പയ്യ ഒരു 10 കിലോ ഗോതമ്പ് എടുത്തു കൊടുക്കണേ. സരി സാർ, എടുത്തിട്ട് വരാം സാർ. എന്നിട്ട് ആ ബില്ലിങ് എടുത്തോ, അത്രയും മതി എനിക്ക്. ഉമ്മച്ചി പൊടി വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ? പൊടിയൊന്നും ഇല്ലേ? മതി മോളെ, എനക്ക് കോഴിയും ഇതൊന്നും വേണ്ടേ? കോഴിയില്ല ഇവിടെ. കോഴിയില്ല. അയ്യോ, അതാ ഉണ്ട് കോഴി.